ഒരു ഭർത്താവിൻ്റെ ഒരു ചോദ്യമാണുള്ളത്. കുട്ടിക്ക് 3 വയസ്സായി. 3 വയസ്സ് എന്ന് പറഞ്ഞാൽ 3-ാം വയസ്സിലെ മൂച്ചിപ്പിരാന്ത് എന്നാണല്ലോ, അങ്ങനെ തന്നെയാണ് മൂപ്പര് തമാശയായിട്ട് എഴുതിയിട്ടുള്ളത്. മാത്രമല്ല ആ കുട്ടി മാത്രമല്ല വേറെയും കുട്ടികളുണ്ട്. ഈ കുട്ടികളുടെയൊക്കെ ഈ അപകടകരമായ ചില പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ഭാര്യ വല്ലാതെ അവരോട് ശകാരിക്കുകയും ദേഷ്യം പിടിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. ഒക്കെ ചെറിയ കുട്ടികളാണ്, പക്ഷേ ഭാര്യ ഭയങ്കര ദേഷ്യപ്പെടുകയാണ്. ഈ ദേഷ്യമൊക്കെ പിടിച്ചു വെക്കാൻ കഴിയണില്ല എന്നുള്ളതാണ് ഭാര്യ പരാതി പറയണത്. എന്താണ് ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ? ഇതെന്താ പറയുക, ഇതിൽ ശരിക്ക് ഇതിലുള്ള ഏറ്റവും വലിയ പരിഹാരം എന്ന് പറഞ്ഞാൽ ഇവളുടെ ഭാരം തുല്യമായി ഇയാൾ ഷെയർ ചെയ്യാന്നുള്ളതാണ്. കാരണം ഈ പെൺകുട്ടി മക്കളുടെ ഭാരം മുഴുവനും ആർക്കാ വരിക? ഉമ്മമാർക്കാണ് വരിക. അപ്പോൾ അത് സാധാരണ ഇതിൽ നോർമലായ കുട്ടികളെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഉമ്മക്ക് ഇപ്പോൾ 2, 3, 4 ഒക്കെ ആണെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റും. കാരണം ഓരോ കുട്ടികളും മുതിർന്നു വരുന്തോറും അവരെന്ത് ചെയ്യും? സ്വയം പര്യാപ്തരായിട്ട് പോകും. മാത്രമല്ല അവരുടെ സഹകരണത്തോടെ ചെറിയ കുട്ടികളെ നോക്കാൻ പറ്റും. അങ്ങനെ അവർക്കത് മാനേജ് ചെയ്യാൻ പറ്റും ഒരു പരിധി വരെ. എന്നാൽ ഇത്തരം കുട്ടികൾ 2, 3 ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ എന്ത് വേണം? ഭർത്താവിൻ്റെ സപ്പോർട്ട് മസ്റ്റാണ്. ഏറ്റവും മിനിമം എന്ത് ചെയ്യാച്ചാൽ പകൽ സമയം കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് വന്ന കുട്ടികളെ കാര്യം നീ പ്രശ്നമാക്കണ്ട. എന്നാൽ ആണുങ്ങൾക്ക് ഇത്തരം കുട്ടികളെ മാനേജ് ചെയ്യാൻ വളരെ സുന്ദരമായി കഴിയും. അപ്പം എന്ത് ചെയ്യാൻ പറ്റും? അവരേറ്റ് നല്ല കമ്പനിയായി സംസാരിച്ചില്ലെങ്കിൽ അവർക്ക് പറ്റാവുന്ന എന്തെങ്കിലും എൻഗേജ്മെന്റ്സ് കൊടുത്ത് എന്ത് ചെയ്യും? അവരെ കൂടെ കളിപ്പിച്ച് എന്ത് ചെയ്യും? ഇപ്പോൾ രാവിലെ ഒരു 8 മണിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ എന്ത് ചെയ്യും? വൈകുന്നേരം 5 മണിക്ക് നമ്മൾ തിരിച്ചെത്തും. അപ്പോൾ 8 to 5 ഇവരുടെ ഡ്യൂട്ടി. അത് മിക്കവാറും കുട്ടികൾ സ്കൂളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? സ്കൂളൊന്നും പോയാൽ ഈ പ്രശ്നങ്ങളൊന്നും വല്ലാതെ ഉണ്ടാവില്ല. വീട്ടിലാവുമ്പോഴാണ് ഇങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ. കുട്ടികളുടെ എല്ലാ സ്വഭാവങ്ങൾക്കും പുറത്തു പോകുമ്പോൾ ഭയങ്കര കുറവ് വരും. വീട്ടിൽ നിന്ന് ചെയ്യുന്ന പരാക്രമങ്ങളൊന്നും പുറത്തുണ്ടാവില്ല. പുറത്തൊന്നും അതിന് പരാക്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് എന്താണ് ചില ചികിത്സകൾ ആവശ്യമായി വരും. അത് ഒരു കുട്ടി ഇപ്പോൾ ഒരു സ്കൂളിൽ നിന്ന് പിന്നെ ഒരു അധ്യാപകൻ പറയണത്, നിങ്ങളുടെ കുട്ടീനെ ഈ ക്ലാസ്സിൽ എത്താൻ ഞങ്ങൾക്ക് കഴിയില്ല, അത്രയും ബുദ്ധിമുട്ടാണ് കാര്യം, ഞങ്ങൾക്ക് ബാക്കി കുട്ടികളെ മാനേജ് ചെയ്യാൻ. അങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റ് സ്കൂളിൽ നിന്ന് വരികയാണെങ്കിൽ ആ കുട്ടിക്ക് നമുക്ക് ചില ചികിത്സകളും കൗൺസിലിങ്ങുകളും ഒക്കെ ആവശ്യമായി വരും. നേരെ മറിച്ച് വീട്ടിൽ നിന്ന് ഇത് പ്രശ്നങ്ങളുള്ളൂ എങ്കിൽ അത് വീട്ടിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാനേജ് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളുള്ളൂ. അപ്പോൾ അതിൽ വളരെ വലിയൊരു സപ്പോർട്ട്. ഞാൻ 5 മണിയായി കഴിഞ്ഞാൽ രാവിലെ 8 മണി വരെ കുട്ടികളൊരു കാര്യം അറിയണ്ട എന്ന് പറയുമ്പോൾ അവൾക്കൊരു ആശ്വാസമാണ്. കാരണം എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും 5 മണി വരെ സഹിച്ചാൽ മതിയല്ലോ എന്നുള്ളതാണ്. ഇത് പലപ്പോഴും എന്താ വിചാരിച്ചാൽ നമ്മൾ പിന്നെ പൊതുവേ ഭർത്താക്കന്മാർ എന്ത് ചെയ്യും? കുട്ടികളുടെ കാര്യത്തിൽ തീരെ ഇടപെടില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ അവരുമായിട്ടുള്ള നമ്മളൊരു സന്തോഷത്തിന് വേണ്ടിയുള്ളൊരു ഇടപഴകലുകൾ എന്നിൽ കവിഞ്ഞ് അവരുടെ കുട്ടികളിൽ നിന്നുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടിനെ ഏറ്റെടുക്കുക എന്നുള്ളത് സാധാരണ വാപ്പാര് ചെയ്യാറില്ല. അപ്പോൾ അവരെ കുളിപ്പിക്കണം, അവർക്ക് ഭക്ഷണം കൊടുക്കണം, അതൊക്കെ സ്ത്രീകൾക്ക് ടെൻഷനാണ്. അവരെ സ്കൂളിലേക്ക് അയക്കണം, അവരുടെ ഡ്രസ്സ് മാറ്റണം, അവരുടെ ക്ലീൻ ചെയ്യണം, അടുക്കളയിൽ പണിക്കുമ്പോൾ ബാത്റൂമിൽ പോകാൻ കുട്ടി വിളിക്കണ്ടായിരിക്കാം. അപ്പോൾ സത്യത്തിൽ ഈ കുട്ടികളുടെ കാര്യം മാത്രം മാനേജ് ചെയ്യാൻ ഒരാൾ മെനക്കെടേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യണം? 1, 2, 3 കുട്ടികൾ ചെറിയ ഏജ് വ്യത്യാസത്തിലുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ സപ്പോർട്ടില്ലാതെ ഒരിക്കലും സ്ത്രീകൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു ഹെൽപ്പ് ഇദ്ദേഹം കൊടുക്കുന്നത്, ഇത് കാര്യത്തിൽ ബോധ്യപ്പെട്ട് അയാളിനെ ചോദിക്കണോണ്ട് അദ്ദേഹത്തിന് അത് കഴിയും ഒരു പരിധി വരെ. 2 ആളും കൂടി തീരുമാനിച്ച് മുന്നോട്ട് പോയാൽ കുറേ മാറ്റങ്ങൾ വരുത്താൻ കഴിയും. അതല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇവർക്ക് ഈ ഭാരം ഒന്നായിട്ട് വരുമ്പോൾ ഈ കുട്ടികളോട് വളരെ മോശമായിട്ടൊരു പെരുമാറും. ഈ പെരുമാറ്റങ്ങൾ എന്തായിരിക്കും? കുട്ടികളെ കൂടുതൽ പ്രശ്നത്തിലേക്ക് ആക്കാനാണ് സാധ്യത.